ഇങ്ങനെ തലയൊക്കെ ചൊറിയുമ്പോ തന്നെ എന്റെ മോളെ കഷങ്കാടലേ മൂടാവുന്നേന്ന് പോലെയുള്ള കമന്റുകൾ വരുമ്പോഴാണ് എന്റെ കഷത്തിന് ഇത്ര ഡിമാൻഡോ. എന്താണ് ഈ കക്ഷത്തിന്റെ പിന്നിലെ രഹസ്യം? കഷം മാത്രമൊന്നുമല്ല കേട്ടോ, സകലതും. യൂറിൻ തുടങ്ങി നമ്മളിടുന്ന വേസ്റ്റ് ചെരുപ്പുണ്ടല്ലോ, അതുവരെ ഞാൻ ഇടുന്ന ഇന്നേഴ്സ് വരെ ആൾക്കാർ മേടിക്കാൻ ക്യൂവാ. എന്താ ചെയ്യാ, ഒരു കോടീശ്വരിയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഹായ് ഒരുവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നിമിഷ ബിജു, പുള്ളിക്കാരിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. യൂട്യൂബിലൊക്കെ അത്യാവശ്യം ആള് നല്ല ഫേമസ് ആണ്. ഞാൻ പുള്ളിക്കാരിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ഞാൻ ഇതിനെ കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ മുമ്പിട്ടിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ വന്നിരുന്ന് സ്വന്തം കക്ഷം കാണിച്ച് ഫേമസ് ആയ ആളാണ് നമ്മുടെ നിമിഷ ബിജു. തന്റെ കക്ഷത്തിന് വളരെ വലിയ ഡിമാൻഡ് ആണെന്നാണ് പുള്ളിക്കാരി അവകാശപ്പെടുന്നത്. മാസം പുള്ളിക്കാരി സമ്പാദിക്കുന്നത് ഇതൊക്കെ കാണിച്ച് 3 ലക്ഷം രൂപയാണ് കേട്ടോ. അത്രത്തോളം വലിയ ഡിമാൻഡാണ് പുള്ളിക്കാരിയുടെ ഓരോ ശരീരഭാഗങ്ങളും. ഇതെങ്ങനെയാണ് സമ്പാദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഈ യൂട്യൂബില് മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ രേണു തുടങ്ങിയ സബ്സ്ക്രിപ്ഷൻ പരിപാടി പോലെയൊക്കെ തന്നെ ചേച്ചി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ചില തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. അതിനായിട്ട് പുള്ളിക്കാരി ചാർജ് ചെയ്യുന്നത് 300-400 രൂപയൊക്കെയാണ്. ആ പൈസ അടച്ചാൽ മാത്രമേ പുള്ളിക്കാരിയുടെ അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടാണ്, മെമ്പർഷിപ്പ് ലൈവുകളൊക്കെ ചെയ്തിട്ടാണ് ഇത്രയും വരുമാനമൊക്കെ ഉണ്ടാക്കുന്നത്. എന്തായാലും പുള്ളിക്കാരിയുടെ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുവാണ്. ചേച്ചിയാണെങ്കിൽ വരുമാനത്തിന് വേണ്ടി ഇതെല്ലാം കാണിച്ചു കൊടുക്കാനും തയ്യാറാണ്. കാലം പോയ പോക്ക് നോക്കണേ നിങ്ങള്. ഇതൊക്കെയാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്ന പെണ്ണൊരുമ്പെട്ടാലെന്ന്. അതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് പെണ്ണൊരുമ്പെട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആണുങ്ങളെക്കാളും 10 ഇരട്ടി 20 ഇരട്ടിയൊക്കെ സമ്പാദിക്കാൻ കഴിയും. സ്വന്തം മാനവും മര്യാദയൊക്കെ മാറ്റി വെക്കാൻ തയ്യാറായ മാത്രം മതി. എന്തായാലും ഇപ്പൊ ഞാൻ ഈ ചേച്ചിയെ കുറിച്ച് വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി. അതിൽ ചേച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഉണ്ടല്ലോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. നമുക്ക് എന്തൊക്കെയാണ് ചേച്ചി പറഞ്ഞതെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുപോകാം. ആദ്യമായി രേണുസുതിയെ കുറിച്ച് ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു കാലത്ത് നിമിഷ ബിജുവും ഈ രേണുസുതിയും കട്ടച്ചങ്കുകളായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവര് തമ്മിൽ എന്തോ തെറ്റിയെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇന്റർവ്യൂവിനിടയിൽ നിമിഷ ബിജു കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒന്ന് കണ്ടുപോക്ക്. പുള്ളിക്കാരി ഒരു ജെന്യൂൻ ആയിട്ടുള്ള ക്യാരക്ടർ അങ്ങനെയല്ല. ഞാൻ പേഴ്സണലി കണ്ടേക്കുന്നതുകൊണ്ട് പകുതി മുക്കാലും അഭിനയമാണ്. പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം എവിടെ ചെന്നാലും രണ്ടു വരെ എന്താ നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കും. കൂട്ടുകാരെന്ന് വെച്ചാൽ അത്രയും ഒരു സൈബർ ബുള്ളിങ് ഏറ്റൊരു വ്യക്തി എനിക്കറിയാൻ നന്നായിരുന്നു. ഞാനിത് നേരിട്ടൊരാളാണല്ലോ. അപ്പോഴാണ് ഇവിടെ എന്നെ കോൺടാക്ട് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് സുചേട്ടൻ മരിച്ച സമയത്ത് ഇവിടെ എന്നെ കോൺടാക്ട് ചെയ്തടാ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ വളരെ ഉപകാരമുണ്ട്, നീ ഞാൻ ചെയ്ത് തന്നതിനൊക്കെ പറഞ്ഞു എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തു. അങ്ങനെ ഒരു നമ്പർ തന്നു. ആ നമ്പർ പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ ആ നമ്പർ പോയി. പിന്നെ അതിന് ശേഷം വേറെ നമ്പർ തന്നു. അങ്ങനെ വിളിച്ച് സംസാരിച്ചു. അപ്പോഴാണ് ഈ പ്രോഗ്രാം അങ്ങോട്ടേക്ക് ചെല്ലാനൊക്കെ പറഞ്ഞു 2-ാം തീയതി. അവിടെ ഞാൻ ചെന്നപ്പോൾ ഒരുപാട് ചാനലുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൈഫ് എന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈഫ് ഫുൾ ഇങ്ങനെ ഓൺലൈൻ മീഡിയ വഴി പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് പോലും ഒരു ഫ്രീഡമോ ഒരു പ്രൈവസിയോ ഇല്ല. എല്ലാം തുറന്ന പുസ്തകം പോലെ. നമ്മുടെ ലൈഫ് ആണെങ്കിൽ നമുക്കൊരു പ്രൈവസി വേണം അല്ലേ. ഇത് ബെഡ്റൂമിൽ വരെ ക്യാമറമാരും. അവരെ കുറ്റം പറഞ്ഞല്ല കേട്ടോ. അത് ചേച്ചിയുടെ സംസാരത്തിൽ നിന്നും എന്നെ മനസ്സിലാവുന്നുണ്ട് അവരെ കുറ്റം പറയല്ലെന്ന്. ജീവിതം ആകുമ്പോൾ പ്രൈവസി വേണം. ഇത് അവരുടെ ബെഡ്റൂമിൽ വരെ ക്യാമറമാന്മാരാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് രേണുസുതിയെ കുറിച്ച് നിമിഷ ബിജു പറഞ്ഞു വെക്കുന്നത്. ആ പറഞ്ഞത് കറക്റ്റ് ആണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ പറയുന്ന ആളുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് ഇതൊന്നും അല്ല കേട്ടോ, ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാം കൂടെ എടുത്തിട്ട് കാണിക്കുന്നില്ല. സ്വന്തം ബെഡ്റൂമിൽ ക്യാമറ വെച്ച് നാട്ടുകാരെ കാണിക്കുന്നതാണ് പുള്ളിക്കാരിയുടെ സ്വഭാവം. ആ ആളാണ് രേണുസുതി ബെഡ്റൂമില് ക്യാമറമാന്മാരെ വിളിച്ചു കയറ്റുന്നു എന്നൊക്കെ പറയുന്നത്. അല്ല ചേച്ചി, രേണുസുതിയും നിങ്ങളും തമ്മിൽ ഇപ്പൊ എന്താണ് വ്യത്യാസം? രേണുസുതി പുറത്തു നിന്ന് ക്യാമറമാന്മാരെ വിളിച്ചിട്ട് റൂമിൽ കയറ്റിയിട്ട് വീഡിയോസ് എടുത്ത് നാട്ടുകാരെ കാണിക്കുന്നു. നിങ്ങളാണെങ്കിലോ സ്വന്തം വീഡിയോ എടുത്ത് ചിത്രീകരിച്ച് നാട്ടുകാരെ കാണിക്കുന്നു. എന്തായാലും രണ്ടും ഒന്ന് തന്നെയല്ലേ ചേച്ചി? ചേച്ചി എന്തായാലും ആള് കൊള്ളാലോ. ചേച്ചി പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നും. ഇതൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ ചെറുത്. ഇതിനേക്കാളും വലുതൊക്കെ വരുന്നുണ്ട്. ബാക്കിയും കൂടെ കേട്ട് നോക്കാം ഓരോന്നോരോന്നായി. താങ്കളിപ്പോ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ പണ്ട് ഈ വേശ്യപ്പണി അല്ലെങ്കിൽ വേശ്യ സ്ത്രീകളാണ് കൂടുതലും ഈ മാറ് കാണിക്കുകയും വേറെ രീതിയിലൊക്കെ വസ്ത്രം അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടാണ് നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടുള്ളത്. ഇപ്പൊ അത് നോർമലൈസ് ചെയ്തു. നോർമലൈസ് ചെയ്യാനുള്ള കാരണം നിമിഷയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുത്തരാണ്?
നിമിഷ അതായത് പണ്ട് വേശ്യാസ്ത്രീകളിലാണ് ഈ ക്ലീവേജ് കാണിക്കലും ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിമിഷയുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിമിഷയുടെ ക്ലീവേജ് കാണിക്കുന്ന ഫോട്ടോസ് ഉണ്ട്, ബിക്കിനി ഫോട്ടോസ് ഉണ്ട്. താങ്കളൊരു മോഡൽ ആയതുകൊണ്ടാകുമ്പോൾ ഇട്ടിട്ടുള്ളത്. പക്ഷെ ആൾക്കാരുടെ അട്രാക്ഷൻ അല്ലെങ്കിൽ ആൾക്കാരുടെ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടാണോ? അല്ല, ഞാൻ വേശ്യപ്പണിക്ക് പോകുന്നത് താങ്കൾ കണ്ടു. താങ്കൾ ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോ എന്നെ ഏത് കുളത്തിലാ കണ്ടേ? ഇന്ന് കുലസ്ത്രീ അല്ലേ ഞാൻ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഏത് ഡ്രസ് ഇട്ടാ വന്നത് അല്ലേ? അങ്ങനെ നമുക്ക് നോക്കിയാൽ അതെ, അങ്ങനെ നോക്കിയാൽ പോരെന്നൊക്കെ. ചേച്ചി സോഷ്യൽ മീഡിയ വന്നിട്ട് ശരീരഭാഗങ്ങളൊക്കെ കാണിച്ചിട്ട് ആളുകളെ വശീകരിക്കും. അതുവഴി ചേച്ചി വരുമാനം ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷെ ചേച്ചി വേശ്യല്ല കേട്ടോ. അതാണ് ചേച്ചിയുടെ നിലപാട്. എന്തായാലും വല്ലാത്തൊരു നിലപാടായിട്ട്. ഇതൊക്കെ പറയുമ്പോൾ വേറൊരു കാര്യം പുള്ളിക്കാരി മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട്. പണ്ടത്തെ കാലത്ത്, അതായത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത്, ഈ ശരീരഭാഗങ്ങളൊക്കെ കാണിച്ചു വശീകരിക്കുന്ന ഒരു വിഭാഗം സ്ത്രീകളുണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. അവർക്ക് ആൾക്കാർ ഇട്ടുകൊടുത്ത ഒരു പേരാണ് വേശ്യ എന്നുള്ളത്. അന്ന് അവര് ചെയ്ത പരിപാടിയൊക്കെ അല്ലേ ഇപ്പൊ ചേച്ചി സോഷ്യൽ മീഡിയ വന്ന് ചെയ്യുന്നത്. സ്വന്തം ശരീരം കാണിച്ച് ആളുകളെ വശീകരിക്കുന്നു, അതുവഴി വരുമാനം ഉണ്ടാക്കുന്നു. അപ്പൊ ചേച്ചിയും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നോക്കുമ്പോൾ ചേച്ചിയും ആ പരിപാടി തന്നെയാണ് ചെയ്യുന്നത്. അത് എത്രയൊക്കെ ചേച്ചി നിഷേധിച്ചാലും അതൊക്കെ അങ്ങനെ തന്നെയാണ്. ബാക്കി കൂടെ കേട്ടോ. ഇങ്ങനെയുള്ള ഇപ്പൊ വേശ്യ എന്നൊക്കെ വെച്ച് അതിനെ താരതമ്യമൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ പറയാണ്. ഇപ്പൊ നമ്മൾ മേടിക്കുന്ന ഒരു ഫോൺ, 1,000 രൂപയുടെ ഒരു ഫോൺ, അല്ലെങ്കിൽ 25,000 രൂപയുടെ ഒരു ഫോൺ നമ്മൾ മേടിക്കും. മിനിമം 10 രൂപ. 10 രൂപയുടെ ഫോൺ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ഫോണിലുള്ള ആൾക്കാർ ഫോണൊക്കെ മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ചാറ്റുന്നു, ഫേസ്ബുക്കിലൊക്കെ വല്ലപ്പോഴും ഫോട്ടോ ഇടുന്നു, പിന്നെ പല ആൾക്കാരെ വീഡിയോ കോൾ വിളിക്കുന്നു, പല ഫോൺ നമ്പർ നിന്നിട്ട് ആ ഫോട്ടോ തരുമോ ഈ ഫോട്ടോ തരുമോ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ ആ ഫോണിന്റെ പൈസ മിക്കവാറും 1 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ഞങ്ങൾ അത് ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്? ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നത് ഞാൻ എനിക്ക് എന്റെ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട്. എന്നാലും ഒരു മാന്യമാണെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മാന്യതയുണ്ട്. എന്നാലും നല്ലൊരു ജോലി ചെയ്ത് എനിക്കൊരു ജോലി മേടിച്ചു തരുമോ? പക്ഷെ എനിക്കൊരു 3 ലക്ഷം 3.5 ലക്ഷം രൂപ സാലറി വരുന്ന, എനിക്ക് വെറും 10ാം ക്ലാസ് മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസം. ഒരു 3 ലക്ഷം വരുന്ന ഒരു മാസം എനിക്ക് 3 ലക്ഷം രൂപ ചെലവുണ്ട്. 3 ലക്ഷം രൂപ വരുന്ന ഒരു ജോലി എനിക്ക് മേടിച്ചു തരുമോ? എനിക്ക് താൻ പറയുന്ന പോലെ ഞാൻ ഇന്ന് മുതൽ ലൈവും ഇല്ല, ഇന്ന് മുതൽ ഞാൻ ഫോട്ടോ ഇടുന്നില്ല, ഒന്നും. അപ്പൊ പുള്ളിക്കാരി പറയാതെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ മാസവും ഇങ്ങനെ എല്ലാ മാസവും സമ്പാദിക്കുന്നത് ഏകദേശം 3-3.5 ലക്ഷം രൂപയാണ്. എന്തായാലും വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ചേച്ചി പറയുന്നത് 3 ലക്ഷം 3.5 ലക്ഷം രൂപ ഉണ്ടെന്നാണ് പറയുന്നത് വരുമാനം. ഒരു പെണ്ണ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കോടികൾ സമ്പാദിക്കുക. സ്വന്തം നാണവും മാനവും മാറ്റി വെക്കാൻ തയ്യാറായാൽ മാത്രം മതി. ഈ ചേച്ചീനെ പോട്ടെ, പിന്നെ പർപ്പിള എന്തോ പറഞ്ഞിട്ടൊരു ചേച്ചിയുണ്ട്. പുള്ളിക്കാരി ഒരു മാസം സബ്സ്ക്രിപ്ഷനിലൂടെ ഏകദേശം 20 ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. എന്തിനു പറയും, നമ്മുടെ രേണുസുതി തന്നെ മാസം 3-4 ലക്ഷം രൂപ സമ്പാദിക്കുന്നില്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്തെ ഓൺലൈൻ വേശ്യാലയത്തിന്റെ സാധ്യതകൾ എന്ന് പറയുന്നത്. മറ്റ് ഏത് ജോലിക്കാണ് കഴിയുക ഇത്രയും അനായാസം പൈസ ഉണ്ടാക്കാൻ? പക്ഷെ നിമിഷയെ പോലുള്ള നിമിഷ ഒരു ഇൻഫ്ലുവൻസർ ആണ്. നിമിഷയെ കണ്ടുകൊണ്ട് വിദ്യാഭ്യാസത്തിന് യോഗ്യതയുള്ള ആൾക്കാർ പോലും പഠിത്തം എന്തിനാ പഠിക്കുന്നത്? ഇപ്പൊ നിമിഷ പറഞ്ഞു എനിക്കൊരു 3 ലക്ഷം രൂപ ഇങ്ങനെ ചെയ്തുകൊണ്ട്, വെറും ലൈവും അല്ലെങ്കിൽ ഇങ്ങനെ ഫോട്ടോ ഇട്ടുകൊണ്ട് എനിക്ക് 3 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുന്നു നിമിഷ പറയുന്നു. ഇത് കണ്ടുകൊണ്ട് നാളെ ഒരു സ്ത്രീ ഞാനും ഇത് തുടങ്ങിയാലോ എന്നൊരു, ഞാൻ എന്നെ കണ്ടൊന്നുമല്ല തുടങ്ങിയേക്കുന്നത്, ഞാൻ പല ആൾക്കാരെയും കണ്ടോളാണ് ഞാൻ തുടങ്ങിയേക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് എന്റെ റോൾ മോഡൽ ഞാൻ തന്നെയാണ്. അല്ല ഞാൻ പറയാ, ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ കാമവാഹിനി, രഹന ഫാത്തിമ ഫുൾ ബിക്കിനി മാത്രമേ പുള്ളിക്കാരി എടുത്തുള്ളൂ അല്ലേ? അല്ല വേറെ ഒരു ഡ്രസ്സ് ഞാൻ പുള്ളിക്കാരെ കണ്ടില്ല. പിന്നെ പുള്ളിക്കാരിക്ക് എനിക്ക് തോന്നുന്നു ആ ഡ്രസ്സ് പല വെറൈറ്റി ബിക്കിനിയാണ് പുള്ളിക്കാരി ഇടുന്നത്. ഇതൊക്കെ ഞാനും ആസ്വദിക്കുന്ന ഒരാളൊക്കെ തന്നെയാണ്. എനിക്ക് ഇടാൻ തോന്നുന്ന ഡ്രസ്സ് കംഫർട്ട് ആയത് ഞാൻ ഇടുന്നു എന്നുള്ളതാണ്. അതിനിപ്പോ എനിക്കിപ്പോ എന്റെ കൂടെ നിൽക്കുന്ന എന്റെ ഹസ്ബൻഡ്, എന്റെ മക്കള്, അച്ഛനമ്മ, ഇവരെന്റെ കൂടെ ഉള്ളവർത്തരം കാലം നാട്ടുകാരെ പറ്റി എനിക്ക് ചിന്തയേ ഇല്ല. ഹസ്ബൻഡൊക്കെ ഇതിനകത്ത് പൂർണ്ണ സപ്പോർട്ടാണ്. എങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. മാസം 3-3.5 ലക്ഷം രൂപയല്ലേ ഭാര്യ സമ്പാദിച്ചു കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പുള്ളിക്കാരന് പിന്നെ ഒരു പണിക്കും പോകാണ്ട് കസേരയില് കുറെ മിച്ചറും കട്ടൻ ചായയൊക്കെ കഴിച്ചോണ്ടിരുന്നാ പോരെ? വല്ല പണിക്കും പോണ ഭാര്യയെ അയച്ചു വിട്ടാൽ മാത്രം മതി. എല്ലാ പണിയും ഭാര്യ നോക്കോളൂ. ഒരു പൈസ ഇറക്കണ്ട പുള്ളിക്കാരൻ. അപ്പൊ നിമിഷ ബിജുയുടെ പിന്നെ ചാനലും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് പുള്ളിയുടെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ അതിനകത്ത് ആലോചിച്ചോക്കെ, എന്ത് നല്ല ഭർത്താവാണെന്ന്. സ്വന്തം ഭാര്യയെ കാഴ്ചവസ്തു ആക്കിയിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഭർത്താവ്. ഇതുപോലെ തന്നെ വേറെ കുറച്ച് പേരുണ്ട് കേട്ടോ. ഞാൻ അതിനെ കുറിച്ചൊക്കെ പിന്നെ പറയാം. പുള്ളിക്കാരി പറയുന്നുണ്ട് എനിക്ക് ഇടാൻ തോന്നുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള എല്ലാ വസ്ത്രങ്ങളും ഞാൻ ഇടുമെന്ന്. ശരിക്കും ചേച്ചി അങ്ങനെ പറയാൻ ഒരിക്കലും പാടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫർട്ട് നോക്കിയാണ് ചേച്ചി വസ്ത്രം ധരിക്കുന്നതെങ്കിൽ ആ വസ്ത്രം ധരിച്ചു വേണ്ട ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ. പുള്ളിക്കാരി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നേ നോക്ക്, സാരിയൊക്കെ കൊടുത്ത്. ആ ഒരു ഡ്രസ്സിങ്ങിൽ തന്നെ മനസ്സിലാവും ചേച്ചിയുടെ കംഫർട്ട് നോക്കിയല്ല ചേച്ചി വന്നിരിക്കുന്നതെന്നും ഡ്രസ്സ് ഇടുന്നതെന്നും കാണിച്ച് ആൾക്കാരെ അട്രാക്ട് ചെയ്യിപ്പിക്കണം. അതുവഴി വരുമാനം ഉണ്ടാക്കണം. അതിന് ചേച്ചി ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കാര്യം സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊക്കെ കാണിച്ചിട്ടാണല്ലോ മെമ്പർഷിപ്പ് ലൈവിലേക്ക് ആൾക്കാർ വരുന്നത്. പുള്ളിക്കാരി ജനങ്ങളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുക്കുകയാണ്. നമ്മളിപ്പോ ഷക്കീൽ അമീനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു പിക്ചർ ഉണ്ട്. അത് തന്നെയല്ല നിമിഷയ്ക്കും വരുന്നത്. സത്യത്തിൽ നിമിഷം അങ്ങനെയാണോ? ഞാൻ ഒരു വെടിയല്ല.
ഞാൻ ഒരു വെടിയല്ല. എന്നോട് എല്ലാരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ വന്നപ്പോ നീയും ചോദിച്ചു. എന്നോട് എന്റെ കമന്റ് ബോക്സിൽ ലൈവിൽ ഇരിക്കുമ്പോൾ എന്നോട് ഒന്ന് ചോദിക്കാറുണ്ട്, വെടിയാണോ വെടിയാണോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നേ, ഇത് അധികം വലിയ പ്രശ്നം ഉണ്ടാക്കിക്കാൻ പറയും, ഞാൻ വെടിയാണ്, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഒന്നിനും നമ്മൾ വെടിയാണെങ്കിൽ നമ്മൾ നടക്കുന്ന വഴികളിലോ അല്ല പാലാരിവട്ടം പോലെ സ്ഥലങ്ങളിലോ നമ്മളെ കാണണം, അല്ലെങ്കിൽ വല്ല ഹോട്ടൽ റൂമിലെ റെയ്ഡ് ചെയ്ത് എന്നെ പിടിക്കണം. ഇതൊന്നും എന്നെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ അതിന് വെടികളായിട്ട് നടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഉണ്ടോ? ഇപ്പൊ വെടികളായിട്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ ഒരു പെണ്ണ് വിചാരിച്ചാൽ? ഒരിക്കലും ഇല്ല. ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നന്നായി ജീവിക്കണമെങ്കിൽ സ്വന്തം ശരീരം വിറ്റ് വെടിയായിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങോട്ട് യൂട്യൂബ് ലൈവ് ഓൺ ആക്കുക, സബ്സ്ക്രിപ്ഷൻ പരിപാടി തുടങ്ങണം കേട്ടോ ആദ്യം, എന്നാലേ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ കാശൊന്നും കിട്ടത്തില്ല. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഇത് കാണാൻ വരുന്നവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കുക, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കും. അങ്ങനെയുള്ള ഈ കാലത്ത് സ്വന്തം ശരീരം വിറ്റ് വരുമാനം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു പോക്ക് നോക്കിക്കോണേ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ വരെ ഫോൺ മനസ്സമാധാനത്തിൽ കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം സബ്സ്ക്രിപ്ഷൻ ചെയ്തില്ലെങ്കിലും ഓരോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ഇതുപോലെ വരുന്നുണ്ട്. ബിജു ചേട്ടൻ എങ്ങനെയാണ് ഇത് കാണുമ്പോൾ, അല്ലെങ്കിൽ കമന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിനോട് പറയുന്നത്, നിനക്ക് ഞാനുണ്ട് എനിക്ക് നീയുണ്ട്, നമുക്കൊരാൾ കൊണ്ടിട്ട് ഒരു 100 ആരെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഉണ്ടാകത്തില്ല. ചീത്തപ്പേര് വന്നാലും എന്തൊക്കെ പലയായിട്ട് ആൾക്കാർ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇതെല്ലാം ഒരു സമയത്ത് അവർക്ക് തിരിച്ചു പറയാൻ അധികം നേരമൊന്നും വേണ്ട. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഉള്ള ഒരു സമയത്ത്, റീച്ച് ഉള്ള സമയത്ത് 10 പൈസ ഉണ്ടാക്കിയാൽ, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയാലോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ സ്കൂളിൽ ചേർക്കാൻ പോയാൽ അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളോട് ജോലി ചോദിക്കത്തില്ല. ജാതി ചോദിക്കുന്നുണ്ട് കേട്ടോ ചില സ്കൂളിൽ, അത് പറയുന്നില്ല. അപ്പൊ ഏതാ ജോലിയും ചോദിക്കത്തില്ല, കയ്യിൽ പൈസ ഉണ്ടെന്നേ ചോദിക്കുള്ളൂ അല്ലേ. അതുകൊണ്ട് സ്വന്തം നാണവും മാനവും വിറ്റാലും വേണ്ടിയില്ല, പൈസ ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് പുള്ളിക്കാരി ഓരോ വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചേച്ചിയുടെ വീട്ടുകാരും ഭർത്താവും മക്കളും അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ടാണല്ലോ, അത് തന്നെ ധാരാളം. എന്തായാലും ഭർത്താവ് നല്ല രീതിയിൽ ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്യുന്നുണ്ട്. കേട്ടില്ലേ, ആയ കാലത്ത് നമ്മൾ നല്ല രീതിയിൽ സമ്പാദിച്ചു വെക്കാവുന്നു. മൂപ്പര് ഇതൊക്കെ കാര്യമൊന്നും ആലോചിക്കുക, പുള്ളിക്കാരൻ നല്ല സുഖമല്ലേ, വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, വെറുതെ ഇരുന്നാ മതിയല്ലോ. എന്തൊരു മണങ്ങാഞ്ചും ഭർത്താവാണ്, ഭാര്യയുടെ ഇതൊക്കെ വിറ്റിട്ടാണ്. പറയാൻ ഇങ്ങനെയും ഭർത്താവ് ദാരിദ്ര്യം പിടിച്ചത് ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ കാണിക്കാൻ വേണ്ടിട്ടാണ്, കാണാൻ ആളുകളുണ്ട്, കാണിക്കാനാണെന്ന് മനസ്സിലായല്ലോ. ഇതല്ല നമ്മൾ വിചാരിക്കുന്ന നിമിഷമല്ല ശരിക്കുള്ള നിമിഷ. ഓക്കെ, ഇപ്പൊ പറഞ്ഞു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. ഞാൻ മറക്കാനുള്ള അവയവങ്ങളൊക്കെ ഞാൻ മറച്ചിട്ടിടുന്നേ. ഇതുവരെ എന്നെ തുണിയില്ലാത്തൊരു ഫോട്ടോ ന്യൂഡായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ വല്ല ഫോൺ വീഡിയോ എല്ലാം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്താണ് ഇപ്പൊ അതിന്റെ ആവശ്യം? ഇപ്പൊ ബാക്കിയുള്ളതൊക്കെ കാണിച്ചിട്ട് കാശ് ഉണ്ടാക്കുന്നില്ലേ മാസം ലക്ഷങ്ങൾ. അപ്പൊ പിന്നെ എന്തിനാ ന്യൂഡായിട്ട് നിൽക്കുന്നത്? അല്ല, എന്നാ ചേച്ചിക്ക് നല്ല വരുമാനമുണ്ട്, പിന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയല്ലോ. ചേച്ചി സമൂഹത്തിനെ ഒന്ന് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ, മാരക ഉപദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. സ്ത്രീകൾ ഒന്നാമത് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതറിയാമോ? അതെന്തൊക്കെയാണ് എന്ന് വെച്ചാല് എക്സ്ക്ലൂസീവ് ആണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് വന്നിട്ട് ആണുങ്ങൾ പല രീതിക്ക് സംസാരിക്കും. സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് ഈ ഒരു ലൈഫ് അല്ലെ. അപ്പം പല രീതിക്ക് സംസാരിക്കുമ്പോൾ മയങ്ങാതിരിക്കുക ആണുങ്ങളുടെ മുന്നിൽ പെൺപിള്ളേര്. ഇത് പെൺപിള്ളേർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ട്രിപ്പ് എന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ വീട്ടുകാർ വരെ കളഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന പെൺപിള്ളേരുണ്ട്. പഠിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഈ സ്കൂൾ കട്ട് ചെയ്തിട്ട് ബോയ് ഫ്രണ്ടിന്റെ കൂടെ കറങ്ങുന്ന ആൾക്കാരുണ്ട്. അതിന് ഒരു ഉദാഹരണം നമ്മൾ തുമ്പുറുമൊഴി, എന്റെ വീടിന്റെ അയലൊക്കെ നമ്മളവിടെ ഇടദിവസങ്ങളിലൊക്കെ ചെല്ലണം. നമ്മൾ നടന്ന് കൂളായിട്ട് നടന്നു പോയി കഴിയുമ്പോൾ കുട്ടിക്കാട്ടിൽ നിന്ന് പിള്ളേർ പാന്റ് വലിച്ചു കയറ്റിട്ടാണ് കയറി വരുന്നത്. ചെറിയ പിള്ളേരാ, 10ാം ക്ലാസ്സാണോ +1 ആണോന്ന് പോലും നമുക്കറിയത്തില്ല. അമ്മ അതിന് ചെറിയ പിള്ളേർ പാന്റ് വലിച്ചു കയറ്റിട്ട് കയറി വരുന്നത് കാണാം. ഇപ്പൊ ഞാൻ ഇപ്പം ഒരു ഇത് പറയുവാണ്, എന്റെ ലൈവിൽ ഇരിക്കുമ്പോൾ എന്റെ ചില പേരൻസ് വന്നിട്ട് കമന്റ് ഇടാറുണ്ടേ, നിങ്ങളുടെ ലൈവ് കണ്ട് പിള്ളേർ വഴി തിരച്ചു പോവാന്നും പറഞ്ഞിട്ട്. അതിനുള്ള കാരണം ഉണ്ടാക്കി കൊടുക്കുന്ന ആരാ? വീട്ടിലെ പേരൻസ് അല്ലേ. അത് കൊള്ളാം. ഇപ്പൊ കുറ്റം മുഴുവൻ പേരൻസിന്റെ തലയിലാണല്ലോ. ചേച്ചി വലിയ പുണ്യാളത്തിയും, കുറ്റം മുഴുവൻ പേരൻസിന്. പുള്ളിക്കാരി എല്ലാം കാണിച്ച് കാശും ഉണ്ടാക്കും, 10 മണി കഴിയുമ്പോൾ ലൈവ് മെമ്പർഷിപ്പും പോകും. അതൊക്കെ മക്കൾ ആരും കാണാണ്ട് സൂക്ഷിക്കേണ്ടത് പാരന്റ്സിന്റെ ഉത്തരവാദിത്വമാണെന്ന്. അതുകൊണ്ട് എന്നെ ആരും കുറ്റം പറഞ്ഞു വരാൻ നിൽക്കേണ്ടതാ എന്നാണ് ചേച്ചി പറയുന്നത്. പിള്ളേരോട് രാത്രി 10 മണിക്ക് ശേഷം പിള്ളേർ കിടന്ന് ഉറങ്ങുമ്പോൾ ഫോൺ മേടിച്ചിട്ട് വീട്ടിൽ വെച്ചേക്കാം, അല്ലെ നമ്മൾ കിടക്കുന്ന നമ്മുടെ ബെഡ്റൂമിൽ വെച്ചേക്കാം. എന്തിനാണ് പിന്നെ അവർക്ക് ഫോൺ കൊടുക്കാൻ പോകുന്നത്? രാത്രി ഇവർ എന്തൊക്കെ കയറി കാണുന്നത്, എക്സ് ആണ് കയറി കാണുന്നത്, ഏത് ഫോൺ സൈറ്റിൽ കയറി കാണുന്നത് നമുക്കറിയാൻ പറ്റുമോ? അതുപോലെയാണ് പെൺപിള്ളേരുടെ കാര്യം. പെൺപിള്ളേർ വീട്ടിൽ നിന്ന് എന്തെങ്കിലും, നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വേറെ പുറത്തുനിന്ന് ഒരാണോ വന്ന് സംസാരിക്കുമ്പോൾ ഇതുങ്ങൾ അങ്ങോട്ടേക്ക് അങ്ങ് ചായും. ഒരുപാട് പെൺപിള്ളേർ ഇപ്പൊ ഈ കൊച്ചി തന്നെ ഒരുപാട് പെൺപിള്ളേര് വെറുതെ അങ്ങ് നടക്കുക. കല്ലൂർ സ്റ്റേഡിയത്തിലൊക്കെ പോയാലേ ഞാനിപ്പോ പബ്ലിക്കായിട്ട് വരുമ്പോൾ എനിക്ക് ഏതൊക്കെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാം? എന്റെ കയ്യിലെ മോഡേൺ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട്, കണ്ണ് തള്ളിപ്പോങ്കിലുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കെല്ലാം കാണാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന ആളാണ് പെൺപിള്ളേർ വഴിപിഴച്ചു പോകുന്നതിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ നിൽക്കുന്നത്. എന്തായാലും കൊള്ളാം ചേച്ചി, ചേച്ചിയുടെ നിലപാടും ഈ ഉപദേശവും തമ്മിൽ നല്ല യോജിപ്പുണ്ട്. കൊള്ളാം, എന്തായാലും ബാക്കിയും കൂടെ കേൾക്കാം. ഞാൻ അതൊന്നല്ലല്ലോ ഇട്ടോണ്ട് വന്നേ,
ഞാൻ ഇതുവരെ പബ്ലിക്കായിട്ട് എന്നെ ഏതെങ്കിലും ഡ്രസ്സിൽ കണ്ടിട്ടുണ്ടോ മോശമായ? കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ, നമ്മൾ പബ്ലിക്കിന്റെ അടുത്ത് പോകുമ്പോൾ മാന്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇട്ടിട്ട് പോയാൽ ആരും ഒന്നും പറയാൻ നിൽക്കത്തില്ല. അതെ, നമ്മൾ പബ്ലിക്കിൽ വളരെ മാന്യമായിട്ട് വെള്ള വസ്ത്രമൊക്കെ ധരിച്ചു പോകണം. പക്ഷെ സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾ എന്ത് രീതിയിലും നടന്നാലും ഒരു കുഴപ്പമില്ല, ബിക്കിനി ഇട്ടാലും കുഴപ്പമില്ല. ഇതൊക്കെ എന്ത് തരം നിലപാടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, എനിക്കൊരു സംശയമുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുന്നതും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഈ പബ്ലിക്കിന്റെ ഇടയിൽ പോകുമ്പോഴത്തേക്കും നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് പോകുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കാണിക്കുന്നത്? എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. രണ്ടാണെങ്കിലും നാട്ടുകാരെ കാണിക്കുന്ന പരിപാടിയല്ലേ ചേച്ചി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സദാചാരം പറയുമല്ല, ചേച്ചിയുടെ നിലപാടിനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. സാരി അല്ലെങ്കിൽ മറ്റേ സ്ലീവ്ലെസ് കക്ഷം കാണിക്കാറുണ്ട്. കക്ഷം പിന്നെ എന്റെ വീക്ക്നെസ് ആണ്. ലൈവിലായാലും കക്ഷയില്ലാണ്ട് നിമിഷ ബിജോ ഇല്ല. എന്റെ കഷത്തിന് ഭയങ്കര ഫാനാ. ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷെ ഈ കഷത്തിലേക്ക് ഇത്ര ഫാൻ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ ലൈവിലൊക്കെ ഇരിക്കുമ്പോഴാണ് അറിയുന്നത്. കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ തലയൊക്കെ ചൊറിയുമ്പോ തന്നെ എന്റെ മോളെ കഷം കാണലേ മൂടാവുന്നേ പോലെയുള്ള കമന്റുകൾ വരുമ്പോഴാണ് എന്റെ കഷത്തിന് ഇത്ര ഡിമാൻഡോ. സ്വന്തം കഷത്തിനെ കുറിച്ച് അഭിമാനം കൊള്ളുന്ന ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഉള്ളത് പറയാലോ ചേച്ചി, നിങ്ങളെ പോലെ നിങ്ങൾ മാത്രമേ കാണുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഉള്ളത് പറയാലോ, ഈ ശരീരം വിറ്റ് ജീവിക്കുന്ന ഓരോ സ്ത്രീകളുണ്ട്, അവര് പോലും ഇങ്ങനെയൊന്നും വന്നിരുന്ന് പറയത്തില്ല. പക്ഷെ നിമിഷ ചേച്ചിയെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ അതൊരു റയറ് കാര്യമാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ലക്ഷത്തിലൊന്നേ കാണത്തുള്ളൂ, ബാക്കിയും കൂടെ കേൾക്കാം. കക്ഷത്തിന്റെ പിന്നിലെ രഹസ്യം കക്ഷം മാത്രമൊന്നുമല്ല കേട്ടോ, സകലതും. യൂറിൻ തുടങ്ങി നമ്മളിടുന്ന വേസ്റ്റ് ചെരുപ്പുണ്ടല്ലോ, അതുവരെ ഞാൻ ഇടുന്ന ഇന്നേഴ്സ് വരെ ആൾക്കാർ മേടിക്കാൻ എന്താ ചെയ്യാ? ഒരു കോടീശ്വരിയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. പക്ഷെ എനിക്കതൊക്കെ വേണമെങ്കിൽ വിറ്റ് കാശാക്കാം. പിന്നെ ഞാൻ പാവപ്പെട്ട ആൾക്കാരൊക്കെ ജീവിച്ചു പോട്ട്. ഏതാണോ ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ചവന്മാരൊക്കെ? അല്ല, അറിയാൻ വയ്യാണ്ട് ചോദിക്കുക. എന്തുമല്ലേ, എന്തൊക്കെ തരം ലൈംഗിക വൈകൃതങ്ങളുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത്. കഷ്ടം തന്നെ. ഇതിന് എന്ത് പറയാനാണ്? അപ്പൊ ഈ ബിജുചേട്ടൻ തന്നെയാണ് ഈ ലൈവ് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ലൈവില് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാണ്. ഇപ്പൊ ഹൈ ഹീൽസ് എടുത്തിട്ട് ചവിട്ടി പൊട്ടിക്കുക, ഇടിക്കുക, പിന്നെ യൂറിൻ തരാവോന്ന് ചോദിക്കുക. പൈസ ജിപേ നമ്പർ പൈസ അയച്ചു തരാം, എനിക്ക് നിങ്ങളുടെ യൂറിൻ വേണം. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഫ്രഷ് ആയിട്ടുള്ള യൂറിൻ വേണം. അതെനിക്കറിയാൻ പാടില്ല. ശരിക്കും ഇതുപോലുള്ള ലൈംഗിക വൈകൃതമുള്ള ആൾക്കാരൊക്കെ ഉള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ വളർന്നു പോകത്തേ ഉള്ളൂ, ലക്ഷങ്ങളും സമ്പാദിക്കും. ഈ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ മുതലാക്കിയാണ് ഇവരെ പോലുള്ളവന്മാരൊക്കെ വളർന്നു വരുന്നത്. എന്തായാലും ഒരു കാര്യം ഇപ്പൊ ഉറപ്പായി, നമ്മളൊക്കെ ചിന്തിക്കാവുന്നതിലും അപ്പുറം സോഷ്യൽ മീഡിയ വളർന്നു കഴിഞ്ഞു. കുറച്ചു കാലം മുൻപേ വരെയൊന്നും ഇത്രയും വൾഗർ അല്ലായിരുന്നു സോഷ്യൽ മീഡിയ. ഇപ്പൊ വന്ന് പക്ഷെ ഈ സോഷ്യൽ മീഡിയ വല്ലാണ്ട് വൾഗറായി. ഇനി എനിക്ക് പറയാനുള്ളത് എന്റെ വീഡിയോ കാണുന്ന പേരൻസിനോടാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ സോഷ്യൽ മീഡിയ നന്നായിട്ട് മോണിറ്റർ ചെയ്യണം. മൊബൈൽ ഫോണിൽ അവർ ചെയ്യുന്ന ആക്ടിവിറ്റികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ നിരീക്ഷിക്കണം. ഇല്ലെങ്കിൽ അവരൊക്കെ ചെന്നുപെടുന്നത് ഇവളമാരെയൊക്കെ പോലുള്ളവളുമാരുടെ അടുത്തായി. ഒരിക്കൽ പെട്ട് കഴിഞ്ഞാൽ അവരൊന്നും തിരിച്ചു വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം. അതാണായാലും പെണ്ണായാലും കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മക്കളൊക്കെ ഇവരെ പോലുള്ളവരുടെ ലൈവ് കാണാൻ ഇടവരാതിരിക്കട്ടെ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.